ഡിയേഴ്സ്, എല്ലാവരും ഹാപ്പി അല്ലേ? വെൽക്കം ടു അവർ ചാനൽ. നമുക്കിവിടെ കുറച്ച് കൃഷിയെല്ലാം ഉണ്ട്. ഫസ്റ്റ് ക്രോപ്പ്, അതായത് ഖാരിഫ് ക്രോപ്പ്, കന്നിക്കൊയ്ത്ത് എന്ന് പറയും. അത് ഒരു ജൂലൈ അവസാനത്തോടെ തുടങ്ങി ഒരു ഒക്ടോബർ മാസത്തിൽ കൊയ്തെടുക്കും. അതൊരു വീഡിയോ ആയിട്ട് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ആരെയും കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് പോയി കാണണം. ഇപ്പോ സെക്കൻഡ് ക്രോപ്പ്, അതായത് റാബി, മകരക്കൊയ്ത്ത് എന്ന് പറയും. അത് ഒക്ടോബർ നവംബർ മാസത്തിൽ തുടങ്ങി ഒരു ഏപ്രിൽ മെയ്യോടെ എന്തായാലും കൊയ്തെടുക്കും. അതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. കന്നിക്കൊയ്ത്ത് കഴിഞ്ഞ് അടുത്ത ക്രോപ്പിനുള്ള ഞാറ് പാകാനായി നിലമൊരുക്കണം. ഞാറ്റുകണ്ടം ആദ്യം ഒന്ന് പൂട്ടിയിടും. വൈക്കോലും പുല്ലും മറ്റും ചീഞ്ഞു പോകാനും പിന്നെ നമ്പ് മുളയ്ക്കാനുമാണ് ഇങ്ങനെ ചെയ്യുന്നത്. 10 ദിവസം കഴിഞ്ഞാൽ ഈ കണ്ടം ഞാറ് പാകാനായി ഒഴിവാക്കും, അതായത് പൂട്ടി നിരത്തും. ഉടനെ ഞാറ് പാകാറില്ല. മേൽച്ചെളിയെല്ലാം ഒന്ന് സെറ്റായ ശേഷം വേണം ഞാറ് പാകാൻ. അല്ലെങ്കിൽ വിത്ത് ഉള്ളിലേക്ക് പോയി ഞാറ് പറിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാവും. വിത്ത് നേരിട്ട് പകുന്നവരുണ്ട്. ഇവിടെ വിത്ത് വെള്ളത്തിലിട്ട് 24 മണിക്കൂർ കഴിഞ്ഞ് അടുത്ത ദിവസം വാരിയെടുത്ത് ചാക്കിലാക്കും. തലയിലെടുക്കാൻ പാകത്തിന് മാത്രമേ ചാക്കിൽ നിറയ്ക്കാറുള്ളൂ. ഒരു പറ കണ്ടത്തിന് 3.5 ഇടങ്ങഴി വിത്ത് എന്ന കണക്കിലാണ് വിത്ത് വെള്ളത്തിലിടുന്നത്. വെള്ളത്തിലിട്ട് പാകുന്നതിന് കുറച്ച് ഗുണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പതിര് മാറ്റിക്കളയാം. ഓരോ വിത്തും ആവശ്യത്തിന് നനഞ്ഞ് മുളയ്ക്കും. വിത്തിൻ്റെ ക്വാളിറ്റിയും മുള നോക്കിയാൽ അറിയും. ഒരു കാര്യം കൂടിയുണ്ട്, മുളച്ച നെല്ല് ചളിയിൽ ആഴത്തിലേക്ക് പോവില്ല. ഞാറ് പറിച്ചെടുക്കാൻ എളുപ്പമാവുകയും ചെയ്യും. കൃഷിയെക്കുറിച്ച് അധികമൊന്നും എനിക്കറിയില്ല. അച്ഛൻ പറഞ്ഞു തന്ന കാര്യങ്ങളും പിന്നെ കണ്ടു മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റായി അറിയിക്കാം. വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം നിങ്ങൾ ഷെയർ ചെയ്യുമല്ലോ. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. വാരി ചാക്കിലാക്കി വെച്ച നെല്ല് മുള പൊട്ടാനായി ചാക്കൊന്ന് നനച്ച് വയ്ക്കും. വിത്ത് വാരി വെച്ച ശേഷം മുളയ്ക്കുന്നതനുസരിച്ച് 1-2 ദിവസം കഴിഞ്ഞാൽ ഒരുക്കി വച്ചിരിക്കുന്ന കണ്ടത്തിൽ പാകാം. കണ്ടത്തിൽ വെള്ളം ഉണ്ടായിരിക്കും. നമ്മുടെ ഈ വിത്തെല്ലാം മുളച്ചിട്ടുണ്ടോ എന്നൊന്ന് നോക്കാം. ഒരു ചാക്കെടുത്ത് നിവർത്തി വെച്ചാൽ കാണാം മുള. നമുക്കിതൊന്ന് തുറന്ന് നോക്കിയാലോ. മുള കണ്ടില്ലേ നിങ്ങൾ? ഒന്ന് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ ഓരോ നെല്ലും മുളച്ചിട്ടുണ്ട്. അതായത് നല്ല വിത്താണെന്നാണ് അതിനർത്ഥം. നോക്കിക്കഴിഞ്ഞാൽ നമ്മളറിയാം വിത്ത് ഗുണം എത്രയുണ്ടെന്ന്. ഇനി നമുക്കിതിനെ കണ്ടത്തിലേക്ക് പാകാൻ കൊണ്ടുപോകാം. നമ്മുടെ ചേട്ടന്മാർ വിത്തെറിയുന്നത് കാണാൻ തന്നെ ഒരു ചേലാണ്. എല്ലാം ഒറ്റൊറ്റയായി മുളച്ചു വരും. വിത്തെറിയുമ്പോഴുള്ള ഈ വെള്ളം കണ്ടത്തിൻ്റെ സ്വഭാവമനുസരിച്ച് അടുത്ത ദിവസമോ അതിനടുത്ത ദിവസമോ തുറന്നു വിടാം. തുറന്നു വിട്ടാൽ പിന്നെ കണ്ടത്തിൽ വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല. മുള ചീഞ്ഞു പോവും. നടീലിന് മുൻപ് ബാക്കിയുള്ള കണ്ടങ്ങളും വൃത്തിയാക്കേണ്ടതുണ്ട്. അതിന് ആദ്യം വരമ്പുകളെല്ലാം പുല്ല് വെട്ടി വൃത്തിയാക്കണം. പാകിയ വിത്തെല്ലാം മുളച്ചു വന്നിട്ടുണ്ട്. എന്ത് ഭംഗിയായിട്ടാണ് മുളച്ചു വന്നിരിക്കുന്നതെന്ന് നോക്കും. എവിടെയും കട്ടയായി ഒന്നും നിൽക്കുന്ന എല്ലാം ഒറ്റയായി മുളച്ചു വന്നിട്ടുണ്ട്. നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം എത്ര ഭംഗിയായാണ് ഞാറ് പാകിയിരിക്കുന്നത് എന്ന്. ഞാറ് മുളച്ച് 15 ദിവസം കഴിഞ്ഞാൽ യൂറിയ ഇടാം. ഒരാഴ്ചയോ 10 ദിവസമോ ആവുമ്പോഴേക്കും ഞാറ് വളർന്ന് പറിച്ച് നടാനാവും. 2 ദിവസം കഴിയുമ്പോഴേക്കും ഞാറിൻ്റെ കളറെല്ലാം മാറും, നല്ല ഡാർക്കാവും. ഈ സീസണിൽ കണ്ടത്തിൽ വെള്ളമുള്ളതുകൊണ്ട് വരമ്പ് പൊതിഞ്ഞു കൊടുക്കും. ആവശ്യമെങ്കിൽ കിളച്ചെടുക്കാറുമുണ്ട്. പുല്ല് കളഞ്ഞ് ഓട്ടകളെല്ലാം അടച്ച് വരമ്പ് വൃത്തിയാവാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഫസ്റ്റ് ക്രോപ്പിന് അധികവും കിളച്ചെടുക്കാറാണ് പതിവ്. ഞാറ് പാകി ഏകദേശം 25-28 ദിവസം കഴിഞ്ഞാൽ പറിച്ചു നടാം. വിത്തിൻ്റെ മൂപ്പനുസരിച്ച് വ്യത്യാസപ്പെടും. കരാറടിസ്ഥാനത്തിലാണ് നടീൽ. കൃത്യമായ അകലത്തിൽ ആവശ്യത്തിന് നുരിവെച്ച് അവർ നടും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണേ കൂട്ടുകാരെ. താങ്ക്